നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജനാധിപത്യ ഭരണചര്യകൾക്കൊപ്പം സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ജമ്മു കാശ്മീരിന്റെ എല്ലാത്തരം സ്വസ്ഥതകളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ചോരക്കൊതിയന്മാരായ തീവ്രവാദികൾ വീണ്ടും വിലപ്പെട്ട 30ഓളം മനുഷ്യരുടെ ജീവന് വില പറഞ്ഞിരിക്കുന്നു എന്ന സ്തംഭനാത്മകരമായ റിപ്പോർട്ട് ഈ വാരത്തിലെ ഏറ്റവും വലിയ വാർത്തയായി നിലകൊള്ളുന്നത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ ചെറിയ പട്ടണമായ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ഭീകര ആക്രമണമുണ്ടായത്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ബൈസരൻ താഴ്വരയിൽ ട്രെക്കിങ്ങിനും കുതിരസവാരിക്കും മലകയറ്റത്തിനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെയായി എത്തിയ വിനോദസഞ്ചാരികളുടെ നേരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്കുണ്ടായ തീവ്രവാദികളുടെ വെടിവെപ്പിൽ ഒരു മലയാളിയും കേരളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു നാവികസേന ഉദ്യോഗസ്ഥനും 2 വിദേശികളും അടക്കം 28ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിന്റെയും അതിലുപരി ഇന്ത്യയുടെയും നെഞ്ചിൽ മാരകമായ മുറിവായി മാറിയിരിക്കുകയാണ് ആ ഭീകരാക്രമണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉത്തുംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലാണ് പ്രകൃതി തന്റെ തൂവൽ കുടഞ്ഞിട്ടത് എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് മനോഹരമായ ഭൂപ്രദേശങ്ങളാണ് കുന്നുകളും മലകളും താഴ്വരകളും അരുവികളും മഞ്ഞുമലകളും ഒക്കെയായി ജമ്മുവിലും കാശ്മീരിലുമുള്ളത്. ജമ്മു കാശ്മീരിന്റെ തെക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വതനിരകളും ഹിമാചൽ പ്രദേശും കിഴക്ക് ലഡാക്കുമാണ്. ഇന്ത്യയുടെ ബദ്ധവൈരികളായ പാകിസ്ഥാൻ ഈ ഭൂപ്രദേശത്തിന് സദാ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പടിഞ്ഞാറൻ ഭാഗത്തും ഇന്ത്യ കൈവരിക്കുന്ന വളർച്ചയിൽ അത്ര വലിയ താല്പര്യമില്ലാതെ ഇന്ത്യയെ അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന ചൈനീസ് ശക്തികൾ വടക്ക് ഭാഗത്തും അതിരിട്ട് വിന്യസിച്ച് കിടക്കുകയാണ്. ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 പ്രദേശങ്ങളുടെ സമന്വയമാണ് ഈ പ്രദേശം. വേനൽക്കാലത്ത് ശ്രീനഗറും മഞ്ഞുകാലത്ത് ജമ്മുവുമാണ് തലസ്ഥാനം. മനോഹരമായ തടാകങ്ങളും മഞ്ഞുമലകളും ഹരിതാഭമായ താഴ്വരകളും നിറഞ്ഞ ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് ദൈവം തന്റെ കരവിരുതിന്റെ പ്രൗഢി കാശ്മീരിന്റെ മേൽ പകർന്നതിനാൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പോലും ആ സംസ്ഥാനത്തെ തെല്ല് അസൂയയോടുകൂടി ആളുകൾ വിളിക്കുകയുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇന്ത്യയുടെ സമ്പത്തിന്റെ നട്ടെല്ലായി മാറത്തക്ക നിലയിലുള്ള ടൂറിസം സാധ്യതകൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടും അവിടെ വളർച്ചയും വേരോട്ടവും ഉണ്ടാക്കിയത് ടൂറിസം ആയിരുന്നില്ല, മറിച്ച് ടെററിസം ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ബദ്ധവൈരികളായ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. ആ അവകാശവാദങ്ങളുടെ ബാക്കി പത്രം എന്നവണ്ണം വിവിധ നിലകളിൽ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയ തീവ്രവാദികൾ കൃത്യമായ ഇടവേളകളിൽ സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും വെടിവെപ്പുകളും നടത്തി വിലപിടിപ്പുള്ള 100 കണക്കിന് മനുഷ്യ ജീവനുകൾ അപഹരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണെങ്കിലും അതിന്റെ കൃത്യമായ വികേന്ദ്രീകരണങ്ങൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തോയ്ബ എന്ന LET, JEM എന്ന ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരുടെ തലയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് വെറും കടലാസ സംഘടന മാത്രമാണ്. അതിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തികൾ ലഷ്കർ-ഇ തോയ്ബ തന്നെയാണ്. തീവ്രവാദികൾ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ സംഘടനകളുടെ നിഴൽ പേരുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നത്. റെസിസ്റ്റന്റ് ഫ്രണ്ട്, കാശ്മീർ ഫ്രീഡം ഫൈറ്റേഴ്സ്, പീപ്പിൾ, ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് തുടങ്ങിയ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾ മുൻപ് പലവട്ടം ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിഴൽ തീവ്രവാദ സംഘടനകൾ കൂടുപോലെയായിരുന്നു അവിടെ വളർന്നു വന്നുകൊണ്ടിരുന്നത്. അവരെല്ലാം അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെയും പോലീസുകാരെയും എല്ലാം കാരണമില്ലാതെ പ്രകോപിപ്പിക്കുകയും കല്ലെറിയുകയും ചെയ്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും ശക്തമായ ആക്രമണങ്ങൾ നടത്തി വിലപിടിപ്പുള്ള ജീവനുകൾ എടുക്കുകയും ചത്തൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദോഡയിൽ നടത്തിയ ആക്രമണത്തിൽ 10 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. കൂടാതെ കത്വയിലും ആക്രമണങ്ങൾ നടന്നിരുന്നു.
അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാരുടെ നിഴൽ ഗ്രൂപ്പായ കാശ്മീർ ടൈഗേഴ്സ് ആയിരുന്നു. കാശ്മീർ ടൈഗേഴ്സ് എന്ന പേര് ഉപയോഗിക്കുന്നതിലൂടെ പ്രാദേശിക തീവ്രവാദികളാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുവാനാണ് ഇവർ ശ്രദ്ധിച്ചത്. കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരന്മാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ജമ്മുവിലും കാശ്മീരിലും നിരവധി തവണ ഇന്ത്യൻ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ദോഡയിലും കത്വ ജില്ലയിലെ മച്ചേതി പ്രദേശത്തും സാർസാൽ പ്രദേശത്തിന് സമീപമുള്ള ഛത്തർഗല മേഖലയിലുമെല്ലാം ഇന്ത്യൻ സൈനിക താവളത്തിൽ പോലീസിന്റെയും രാഷ്ട്രീയ റൈഫിൾസിന്റെയും സംയുക്ത ചെക്ക് പോസ്റ്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന നിരവധി ഭടന്മാരും നമുക്കായി ജീവത്യാഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും മറക്കാനാകാത്തതാണ്. ഈ മത കലാപങ്ങളുടെ എല്ലാം ഇടയിൽ കാശ്മീരിലെ ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിന് നേരെ മത തീവ്രവാദികൾ അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത ആക്രമണം തന്നെയായിരുന്നു. ഇന്ത്യയിലെ സരസ്വത് ബ്രാഹ്മണ സമൂഹത്തിന്റെ ശുഷ്ക ഭാഗമായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കുരുതി കഴിച്ചായിരുന്നു ഈ കലാപങ്ങൾ മുന്നേറിയത്. അതിൽ പര്യവശേഷിച്ചവർ പ്രാണരക്ഷാർത്ഥം കാശ്മീർ വിട്ട് പലായനം ചെയ്ത് പോവുകയായിരുന്നു. 1990 നടന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടപലായനത്തിന്റെ പിന്നിൽ കടുത്ത പീഡനങ്ങളുടെയും കണ്ണീരിന്റെയും കഥകൾ തന്നെയുണ്ട്. ഇന്ത്യയിലെ ചരിത്രകാരന്മാർ മിക്കവാറും നിഷ്പക്ഷമായ പര്യവേഷണത്തിന് താല്പര്യമില്ലാത്തവരാകയാൽ അതെല്ലാം ചരിത്രത്തിന്റെ ഇടനാഴികളിൽ തമസ്കരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ 2020 വിധു വിനോദ് എന്ന ഹോളിവുഡ് സംവിധായകൻ നിരവധി പ്രതിസന്ധികളെയും ഭീഷണികളെയും മറികടന്ന് പണ്ഡിറ്റുകളുടെ ആത്മരോദനം ചിക്കാര എന്ന പേരിൽ അഭ്രപാളികളിൽ എത്തിക്കുകയുണ്ടായി. ഈ സിനിമ കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച പീഡന ചരിത്രത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. ചിത്രത്തിൽ ആവർത്തിക്കപ്പെട്ട കിരാത വൃത്താന്തങ്ങൾ തിരശീലയിലൂടെയാണെങ്കിലും പുതിയ തലമുറ അറിയുന്നതിൽ അസ്വസ്ഥത പൂണ്ടവർ ആ സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാൻ ശക്തമായ കളികളാണ് കളിച്ചത് അന്ന്. അതുപോലെ തന്നെയായിരുന്നു ശ്രീനഗറിലെ ക്രൈസ്തവ ദേവാലയത്തിനും പ്രതിസന്ധി നേരിട്ടത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ മൗലാന ആസാദ് റോഡിൽ 1896 മിൽഹിൽ ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന ശ്രീമതി വിഗ്ലി സ്ഥാപിച്ച റോമൻ കത്തോലിക്ക പള്ളിയാണ് ഹോളി ഫാമിലി കാത്തലിക് ചർച്ച്. 1986 ഡിസംബർ വരെ ഇടവക ഒരു കത്തീഡ്രലായി പ്രവർത്തിച്ചു. ഹോളി ഫാമിലി ചർച്ച് കൂടാതെ ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമൂഹത്തിന് ഓൾ സെയിൻസ് ചർച്ച്, സെയിന്റ് ലൂക്ക് ചർച്ച് എന്നിങ്ങനെ 2 ചർച്ചുകളും കൂടി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 1987 കാലഘട്ടത്തിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിനെതിരെ പ്രകടനം നടത്തിയ പ്രതിഷേധക്കാർ ഹോളി ഫാമിലി പള്ളിക്ക് തീയിടുകയും അതേ തുടർന്ന് ക്രൈസ്തവ സന്യസ്തരെല്ലാം പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയായിരുന്നു. 2017 ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ കുടുംബം സംഭാവന ചെയ്ത മൊറാദാബാദിൽ നിർമ്മിച്ച ഒരു പുതിയ പള്ളി അവിടെ പള്ളി പണിയാൻ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും അത് പ്രാവർത്തികം ആവുകയുണ്ടായില്ല. എന്നാൽ 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് മോദി സർക്കാർ കാശ്മീരിന്റെ ജനാധിപത്യ നന്മകൾ തിരികെ ഉറപ്പാക്കിയതോടെ ആ പള്ളിയുടെ പണി പൂർത്തിയാവുകയും 2021 അവിടെ കുർബാനയർപ്പണം നടക്കുകയും ചെയ്യുകയായിരുന്നു. 2018 മുതൽ വലുതും ചെറുതുമായി 400-ന് മുകളിൽ ഭീകരാക്രമണങ്ങൾ നടക്കുകയും ഈ ആക്രമണങ്ങളിലൂടെ 350-നടുത്ത് ഇന്ത്യൻ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനുകൾ തീവ്രവാദികൾ കൊത്തിപ്പറിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണ പദവി നൽകിക്കൊണ്ട് രൂപീകൃതമായ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് 2ാം മോദി സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിലൂടെ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ കാശ്മീരിന്റെ ജനാധിപത്യ സ്വഭാവങ്ങളാണ് തിരികെ വന്നത്. കാശ്മീർ താഴ്വരയിൽ പൂത്തുവിടർന്നു നിൽക്കുന്ന കുങ്കുമപ്പൂക്കൾ കണ്ട് ആസ്വദിക്കുവാൻ വീണ്ടും ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ചെറുതും വലുതുമായ കച്ചവടശാലകളും സജീവമാവുകയുണ്ടായി. ഇത് കണ്ട് കാശ്മീരിലെ സാധാരണക്കാർ സന്തോഷിച്ചപ്പോൾ പല്ലിറുമ്മിക്കൊണ്ട് അസഹിഷ്ണുതയോടെ അതിലേക്ക് നോക്കിയത് പാകിസ്ഥാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ലഷ്കർ-ഇ തോയ്ബ തീവ്രവാദികൾ നടപ്പിലാക്കിയതാണ് എന്നും 30 വർഷത്തോളം ജമ്മു കാശ്മീർ പോലീസിന്റെ മേധാവിയായിരുന്ന SP വൈദ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണം വിനോദസഞ്ചാര മേഖലയെ മോശമായി ബാധിക്കുകയും വിനോദസഞ്ചാരികൾ അവരുടെ ബുക്കിങ്ങുകൾ റദ്ദാക്കുകയും ഹോട്ടലുകൾ കാലിയാക്കുകയും പുറത്തുനിന്നുള്ള ആളുകൾ കാശ്മീരിലേക്ക് വരാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ച് അവരുടെ പ്രത്യേക അജണ്ട നടപ്പിലാക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്.
നിരായുധരായ സാധാരണ ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരാശയാണ് കാണിക്കുന്നത് എന്നും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതിന്റെ അമർഷം അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നും CRPFന്റെ ജമ്മു ആൻഡ് കാശ്മീർ മേഖലയുടെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ച മുൻ ഡൽഹി പോലീസ് മേധാവി SN ശ്രീവാസ്തവയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തീവ്രവാദത്തിന് മതമില്ല എന്നാണ് തീവ്രവാദികളെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്ന ചിലർ മൊഴിയുന്നത്. എന്നാൽ പഹൽഗാമിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ആരെയും നടുക്കാൻ പോകുന്നതാണ്. തീവ്രവാദികൾ കൊലപ്പെടുത്താൻ ഉറപ്പിച്ചത് ഇസ്ലാം ഇതര മതസ്ഥരെ മാത്രമായിരുന്നു. വിനോദസഞ്ചാരികളുടെ ഇടയിലേക്ക് വന്ന തോക്കുധാരികളായ തീവ്രവാദികൾ കണ്ണിൽ കണ്ടവരെയെല്ലാം കാടടച്ച് വെടിവെക്കുന്നതിന് പകരം ഓരോരുത്തരുടെയും പേര് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് മുസ്ലിമുകൾ അല്ല എന്ന് ഉറപ്പായവരെ മാത്രമാണ് വെടിവെച്ചു കൊന്നത്. പഹൽഗാം പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബൈസരൻ എന്ന പൈൻ മരങ്ങളും പർവ്വതങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായ ഒരു പുൽമേട്ടിൽ കുതിരസവാരി നടത്തുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തുകൊണ്ടിരുന്ന നിരപരാധികൾക്ക് നേരെയായിരുന്നു പട്ടാളവേഷത്തിലെത്തിയ തീവ്രവാദികൾ വെടിയുതിർത്തത്. മുസ്ലിം അല്ലാത്തവരെയെല്ലാം ഇല്ലാതാക്കുക എന്ന അതിക്രൂരമായ അജണ്ട നിമിത്തം കൂട്ടക്കുരുതിക്ക് മുൻപ് അവർ ആദ്യം ചെയ്തത് പേരും മതവും ആരാഞ്ഞ് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടുകയാണ്. പ്രാണരക്ഷാർത്ഥം പേര് മാറ്റി മുസ്ലിം പേര് പറയാനുള്ള സാധ്യത കണക്കാക്കി ആയിരിക്കണം അവർ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തൃപ്തിപ്പെടാത്ത ആ തീവ്രവാദികൾ അവരോട് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായി കലിമാ സൂത്രങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ് അടുത്തതായി ചെയ്തിട്ട്. എന്നിട്ടും കലി തീരാതെ അവിടെയും തൃപ്തി വരാത്ത ആ ഭീകര രൂപികൾ അവരുടെ ഈ നാട്ടുകാരായ മനുഷ്യരുടെ, ഇന്ത്യക്കാരായ ഈ മനുഷ്യരുടെ അടിവസ്ത്രങ്ങൾ അഴിച്ച് സുന്നത്ത് കർമ്മം നിർവഹിച്ചവരാണോ എന്ന് ഉറപ്പാക്കിയിട്ടാണ് അവരുടെ നെഞ്ചിലേക്ക് തുരുതുരാന്ന് നിറയൊഴിച്ചത് എന്ന് അറിയുമ്പോഴാണ് പഹൽഗാമിലെ സമാനതകളില്ലാത്ത ആ ഭീകരതയുടെ ആഴം നമുക്ക് വ്യക്തമാകുന്നത്. പഹൽഗാമിലെത്തി അവിടുത്തെ സ്റ്റാളിൽ നിന്ന് ബേൽപൂരി കഴിച്ചുകൊണ്ടിരുന്ന പല്ലവി എന്ന കർണാടകക്കാരിയായ യുവതിയുടെ കൺമുന്നിൽ വെച്ചാണ് അവരുടെ ഭർത്താവിന്റെ നെഞ്ചിലേക്ക് ഈ ഭീകരന്മാർ നിറയൊഴിച്ചത്. ആ ദൃശ്യം കണ്ടു നിൽക്കാനാകാതെ എന്നെ കൂടി കൊല്ലൂ എന്ന് തീവ്രവാദികളോട് നിലവിളിച്ച ആ യുവതിയോട് നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയോട് പറയൂ ഞങ്ങൾ ഇത് ചെയ്തു എന്നായിരുന്നു ആ തീവ്രവാദികളുടെ മറുപടി. എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് ആർത്തലച്ച് നിലവിളിക്കുന്ന ആ സങ്കടകരമായ കാഴ്ചകൾ ആർക്കാണ് മറക്കാൻ കഴിയുന്നത്? ആരുടെ മനസ്സിലാണ് നൊമ്പരത്തിന്റെ നെരിപ്പോട് എരിക്കാത്തത്? ठीक है हम बचा देंगे ना. फर्स्ट यू गिव द हेड्स वाटर ड्रॉप ऑफ वाटर टेक लेना मुझे क्या बोलते भेलपुरी खा रही थी, मेरा पति साइड में था, एक इंसान है उसने उसको गोली मार दी. यहाँ पे उसने बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी. ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ മതത്തിലും മുകളിലാണ് തങ്ങളുടെ മതവും പ്രത്യയശാസ്ത്രവും എന്നുള്ള ആ മിഥ്യാബോധത്തിന്റെ പിൻബലത്തിലല്ലാതെ ഏത് കാരണത്താലാണ് ഇത്തരത്തിൽ മുസ്ലിം അല്ലാത്തവരെയെല്ലാം കൊന്നൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയരുന്നത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ നിലയിൽ കൊച്ചി പാലാരിവട്ടം സ്വദേശിയായ രാമചന്ദ്രൻ എന്ന മലയാളി ഭീകരന്മാരുടെ തോക്കിന് ഇരയായത് മകളുടെ മുന്നിൽ വെച്ച് പിടഞ്ഞ് മരിക്കുകയും ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും നൊമ്പരത്തിന് ആക്കം കൂട്ടുന്നതാണ്. തങ്ങളെ കൂട്ടിക്കൊണ്ട് പഹൽഗാമിലേക്ക് പോയ പിതാവ് വെടിയേറ്റ് പിടഞ്ഞു മരിക്കുന്ന ആ കാഴ്ച കണ്ട മകൾ അതേക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം എൻ്റെ മക്കള് ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോയ്സ്. അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ. അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറയാൻ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു. പിന്നെ അപ്പോൾ അച്ഛനെ ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഒരു ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തുനിന്നും വരുന്നവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഹോസസ് റൺ ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ, ഹീസ് ഓൾസോ എ ലോക്കൽ കശ്മീരി, അവരോട് വേഗം അറിയിച്ചു. അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു വിത്തിൻ ഒരു 7 മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി മേലെ കയറിപ്പോണ്ടായിരുന്നു. ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ്പ് ദ എൽഡർലി ഹു ഫെൽ ഓഫ് ദ വേ. മുസൽമാൻ അല്ലാത്തവരെല്ലാം മരിക്കേണ്ടവരാണെന്ന് ഉറപ്പിച്ച് അവരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന ഭീകരത ലോകമെങ്ങും പടർന്നു പിടിച്ചിരിക്കുകയാണ്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും അത്തരത്തിൽ പിടഞ്ഞു വീഴുന്നത് ക്രൈസ്തവരാണ്.
1921 മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളും ഇത്തരത്തിൽ ഹൈന്ദവ ക്രൈസ്തവ വംശഹത്യയുടെ മാനങ്ങളുള്ള ആക്രമണങ്ങളായിരുന്നു എന്നതും നമ്മൾ ഓർക്കണം. പഹൽഗാമിലേതുപോലെ ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് അന്നും വാൾത്തലയ്ക്ക് മുന്നിൽ പകച്ചു നിന്നവരുടെ ജാതിയും മതവും ആരാഞ്ഞ് ഉറപ്പിച്ചിരുന്നു എന്നതാണ് ചരിത്രപരമായ ആ സത്യം. കൊല്ലപ്പെട്ടവരെല്ലാം ഹിന്ദുക്കളായതിനാൽ ഇവിടെയും ഹൈന്ദവരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശി മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളിൽ അക്കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. തീവ്രവാദ ചിന്തയുള്ളവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുകളിൽ മതത്തിന്റെ കരിമ്പടം പുതച്ച് നിൽക്കുന്നത് കണ്ടിട്ടും അത് അംഗീകരിക്കാതെ അവരെ മതേതര പുണ്യവാളന്മാരാക്കി പ്രതിഷ്ഠിക്കുന്നവർക്കും കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൊലപ്പെടുത്തിയത് മുസ്ലിമാണോ എന്ന് ഉറപ്പാക്കി കൊന്നതാകട്ടെ മുസ്ലിം തീവ്രവാദികളും. എന്നിട്ടും മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നി നടക്കുന്ന കേരളത്തിലെ ഒരു നേതാവ് തീവ്രവാദികളെ ന്യായീകരിക്കാൻ നടത്തിയ നീക്കങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരത്തിൽ മതം നോക്കി മറ്റു മതസ്ഥരെ കൊന്നു തള്ളിയിട്ടും ഭീകരന്മാരെ തള്ളിപ്പറയാൻ മടി കാണിക്കുന്ന കോൺഗ്രസ് CPM നേതാക്കന്മാരും അപലപിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് എന്ന് ഓർക്കുക. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നു തള്ളിയ തീവ്രവാദികളെ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയാനുള്ള ആർജവം കാട്ടിയ പ്രതിപക്ഷത്തെ ഏക കോൺഗ്രസ് നേതാവ് ശശി തരൂർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കഴിക്കുന്ന ആഹാരത്തോടും അനുഭവിക്കുന്ന സുരക്ഷിതത്വത്തോടും നന്ദിയില്ലാത്ത ഒരുപക്ഷം വിഷവാഹികൾ ഈ ദുരന്തത്തെ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിൽ ആക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് തന്നെ വെച്ച് ഹീനമായ പ്രചാരണങ്ങളും നടത്തുകയായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകരൻ സെയ്ഫുള്ള കസൂരിയാണെന്ന് സൂചന. ആക്രമണത്തിന് മുൻപ് ഹോട്ടലുകളിൽ നിരീക്ഷണം നടത്തിയെന്നും ആക്രമണത്തിന് പിന്നിൽ 7 അംഗ സംഘമായിരുന്നുവെന്നും ഭീകരർ എത്തിയത് 2 സംഘങ്ങളായിട്ട് ആയിരുന്നുവെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണം നടന്നയുടനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവ സ്ഥലത്ത് എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ജിദ്ദയിൽ സന്ദർശനത്തിലായിരുന്ന പ്രധാനമന്ത്രി പ്രോഗ്രാം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തി അടിയന്തര സുരക്ഷാ യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോയി. വിവിധയിടങ്ങളിൽ സൈന്യം തീവ്രവാദികളുമായി ഏറ്റുമുട്ടുകയും പഹൽഗാം ആക്രമണത്തിൽ ഏർപ്പെട്ടെന്ന് കരുതുന്ന തീവ്രവാദികളിൽ ചിലരെ കൊല്ലുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ പല കാര്യങ്ങളും ഓരോ ഇന്ത്യക്കാരനും ആശങ്കയും അസ്വസ്ഥതയുമായി മാറിയിരിക്കുകയാണ്. ആക്രമണശേഷം അതിന്റെ പിന്നിൽ ആരെന്ന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടും എന്താണ് അവരെ തീർക്കാൻ അമാന്തിക്കുന്നത് എന്നും അതിർത്തി കടന്ന് 200 കിലോമീറ്റർ അകത്തേക്ക് ഇവരെങ്ങനെയായ ആയുധങ്ങളുമായി എത്തിയത് എന്നും എങ്ങനെയാണ് ഈ മിഷൻ വിജയിപ്പിച്ച് സുരക്ഷിതരായി അവർ മടങ്ങിയത് എന്നും നമ്മുടെ രാജ്യത്തിന്റെ നിരീക്ഷണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അത്രയ്ക്ക് ദുർബലമാണോ എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ഇന്ത്യക്കാരനും ചോദിച്ചു പോവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തികവും സൈനികവുമായ വളർച്ച കണ്ട് അസ്വസ്ഥത പെരുത്ത പാകിസ്ഥാൻ കാശ്മീരിനെ മുന്നിൽ നിർത്തി തീവ്രവാദികളെ ഇളക്കിവിട്ട് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ആക്രമണവും. അമേരിക്കയും റഷ്യയും സൗദിയും ഇസ്രായേലും ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കുറച്ചു നാളുകളായി പാകിസ്ഥാനികൾ എന്തിനൊക്കെയോ ഒരുങ്ങുന്നുണ്ട് എന്ന വസ്തുത ഏവർക്കും ബോധ്യമായതാണ്. ഖാലിദ് കൊഡോമി അടക്കമുള്ള ഹമാസ് തീവ്രവാദികൾ പലരും അവിടെ വരികയും സോളിഡാരിറ്റി ഡേ അടക്കമുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ്. ഈ ആക്രമണത്തിൽ ഹമാസിന്റെ പങ്കും ഉണ്ടെന്ന വിവരം ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി കാശ്മീരിൽ അവർ ഇടപെടുന്നുണ്ട് എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊസാദും ദില്ലിയിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാകിസ്ഥാന്റെ സൈനിക മേധാവി വസീം മുനീർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രകോപനപരമായ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് എന്നും അത് ഇന്ത്യ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും അത് തിരികെ കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നുമൊക്കെയാണ്. We are different from the Hindus in every possible aspect of life. Our religion is different. Our customs are different. Our traditions are different. Our thoughts are different. Our ambitions are different. That was the foundation of the two-nation theory that was laid there. That we are two nations. We are not one nation. So because of that, our forefathers, they struggled, mounted that incessant struggle to create this country. Our forefathers, they have sacrificed immensely. And we have sacrificed a lot for the creation of this country. And we know how to defend it.
അതുകൊണ്ട് തന്നെ ഒന്ന് ഉറപ്പാണ്, കൃത്യമായ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു പഹൽഗാം ആക്രമണം. ഹമാസിനെയും കൂടെ കൂട്ടി പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാകണം അതിർത്തിയിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചുകൊണ്ട് കരുക്കൾ നീക്കിയത്. പുരോഗതിയും പരിഷ്കാരോന്മുഖവുമായ ജീവിതവും വകതിരിവും സദ്ബുദ്ധിയും ഒന്നുമില്ലാത്ത പാകിസ്ഥാനികളിലെ ഒരു വിഭാഗം എക്കാലത്തും തീവ്രവാദികളാണ്. തീവ്രവാദത്തിന്റെ നടുത്തുണ്ടം തന്നെ തിന്ന് ജീവിക്കുന്നവരാണവർ. സ്വന്തം നാട്ടുകാർ പട്ടിണി കിടന്ന് ചത്താലും അവർ തീവ്രവാദത്തിന് പണമിറക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ കയറി ഇത്തരത്തിലുള്ള ചോരക്കളികൾ നടത്തണമെങ്കിൽ അതിന് ഇവർക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ടായേ മതിയാകൂ. അത് ആരാണെന്നതാണ് ഇന്ത്യ കണ്ടെത്തേണ്ടത്. അവരെയാണ് പുറംവെട്ടം കാണാതെ അകത്തിടേണ്ടത്. ഒരു ചെറിയ പ്രതിഷേധം നടത്തിയാൽ പോലും അതിനകത്ത് ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിക്കുകയും അഫ്സൽ ഗുരുവിനും അജ്മൽ കസബിനും യഹിയ സിൻവാറിനും അനുസ്മരണവും മയ്യത്ത് നമസ്കാരവും ഒക്കെ നടത്തുന്നവർ ഒരു ഇസ്ലാമിക രാജ്യത്തും ഇല്ലാത്ത വിധത്തിൽ ഈ നാട്ടിൽ പെരുകുമ്പോൾ തീവ്രവാദികൾക്ക് ഈ രാജ്യത്തേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളാണ് അവർ തുറന്നിടുന്നത്. കാശ്മീരിലെ മുസ്ലിം യുവാവായിട്ടും തന്റെ കൺമുന്നിൽ വെച്ച് ഒരു ഭാരതീയരെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് ഭയന്ന് സ്വന്തം തടി നോക്ക രക്ഷപ്പെടാതെ ഭീകരന്മാരെ എതിർത്ത് മരണം ഏറ്റുവാങ്ങിയ ആദിൽ ഹുസൈനെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ ഇടയിൽ തന്നെയാണ് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുവാൻ ഇറങ്ങിയ ഈ ചതിയന്മാർ ചവിട്ടി നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത്. ഇന്ത്യക്കുള്ളിലെ തീവ്രവാദി അനുകൂലികളെ തിരഞ്ഞുപിടിച്ച് ഉന്മൂലനം ചെയ്യാതെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഒരിക്കലും വിജയം നേടാൻ നമ്മുടെ രാജ്യത്തിന് കഴിയില്ല എന്നതാണ് വാസ്തവം. ഈ ഭീകരതയ്ക്ക് ക്രൂരവും ശക്തവുമായ തിരിച്ചടികൾ തന്നെ കൊടുക്കണം. അതിന് ഓരോ ഇന്ത്യക്കാരന്റെയും സപ്പോർട്ട് ആവശ്യമാണ്. അവരതിനായി കാത്തിരിക്കുകയാണ്. നീണ്ട 12 വർഷങ്ങളിലെ സുസ്ഥിരമായ അജപാലന ദൗത്യം ഏറ്റെടുത്ത് ആഗോള സഭയെ നയിച്ച അജപാലന ശ്രേഷ്ഠൻ ഫ്രാൻസിസ് പാപ്പ തന്റെ ഐഹിക ലോക ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി നിത്യതയിലേക്ക് യാത്രയായത് വിശ്വാസ സമൂഹത്തിന് തീരാത്ത നഷ്ടം തന്നെയാണ്. രോഗിയായി കിടന്നപ്പോഴും തന്റെ മുഖത്തു നിന്ന് ഉത്സർജിച്ച പ്രത്യാശ അനേക ഹൃദയങ്ങൾക്ക് പ്രതീക്ഷയുടെ ഊർജം ആയിരുന്നു. അപ്രതീക്ഷിതമായി രോഗത്തെ തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോഴും അത് ഓരോ ഹൃദയങ്ങളിലും ഇരട്ടിയായതാണ്. അജഗണങ്ങൾക്കാകെ അനാഥത്വത്തിന്റെ നൊമ്പരമാണെങ്കിലും നിറമിഴികളോടെ പാപ്പായ്ക്ക് യാത്രാമൊഴി നൽകി വിശ്വാസ സമൂഹം. പ്രിയ പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തിയും നിത്യസൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഷെക്കേനയുടെ പ്രാർത്ഥനാ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് സ്കാൻ സമാപിക്കുകയാണ്. ഇനി ന്യൂസ് സ്കാൻ അടുത്തയാഴ്ച.